examiner family, അപ്പോൾ class 8 മക്കൾക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. കാരണം നിങ്ങളുടെ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 7th നിന്ന് അല്ലെ 8ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു വലിയൊരു ട്രാൻസിഷൻ ആണ് അല്ലേ. UP നിന്നും നമ്മൾ ഹൈസ്കൂളിലേക്ക് വരികയാണ്. അപ്പോൾ ഹൈസ്കൂൾ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആലോചിക്കുന്ന സമയത്ത് 7th വളരെ ഈസി ആയിരുന്നു എന്ന് തോന്നും അല്ലേ. അത് എല്ലാ ക്ലാസ്സിലേക്ക് നമുക്ക് വരുമ്പോഴും തോന്നുന്നതാണ്. കാരണം നമ്മൾ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടഫ്നെസ്സും കൂടി വരും. പക്ഷെ അത് നമുക്ക് എപ്പോഴാണ് ഈസി ആയിട്ട് ഫീൽ ചെയ്യുക, നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എൻ്റെ കുട്ടികൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്തും നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 8, 9, 10 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 3 വർഷങ്ങളാണ്. കാരണം 8 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. അതായത് നിങ്ങൾക്കറിയാം 9 കഴിഞ്ഞ് നമ്മൾ 10ലേക്ക് എത്തുന്ന സമയത്ത് എല്ലാവരും 10ൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ SSLCയുടെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പം 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമുക്കിതെല്ലാം ഈസി ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒന്നും നമുക്ക് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 വർഷങ്ങൾ അതായത് 8ഉം 9ഉം നമ്മൾ നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ 8ാം ക്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവും, അയ്യോ എനിക്കിതൊന്നും പഠിച്ചിട്ട് എത്തുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നൊക്കെ തോന്നാം. അത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാമിനർ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സിനെയും വളരെ ഈസി ആക്കിയിട്ടാണ് നമ്മുടെ ലൈവുകളിലൂടെ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ടെൻഷൻ ഇനിയും ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ക്ലാസ് 8 ഇനിയും എനിക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ടെൻഷനൊക്കെ എങ്ങനെയാണ് ഞാനൊന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റുക, എനിക്ക് എങ്ങനെയാണ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുക, ഞാൻ ഇതുവരെ കുറച്ച് ഉഴപ്പിയൊക്കെ പോയിട്ടുണ്ട് അല്ല, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇനിയും റിവിഷനും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ് എന്നുള്ള കുറേ ചിന്തകൾ ഉണ്ടാവില്ലേ നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ അതെല്ലാം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ കൃത്യം 7:30 നമ്മുടെ ചാനലിലേക്ക് വരാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഇവൻ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും അതായത് ക്ലാസ് 8നെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ടെൻഷൻസും ഡൗട്ട്സുകളും എല്ലാം തീർത്ത് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരിക്കും നാളെ കൃത്യം 7:30 ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മുടെ ചാനലിലേക്ക് കൃത്യം 7:30 വരണം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു അടിപൊളി മെൻറ്റിയും കൊണ്ടാണ് നമ്മൾ വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കില്ലേ ലൈവിൽ വരുന്ന സമയത്ത് മെൻറ്റിയില്ലേ മിസ്സേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അടിപൊളി മെൻറ്റി ആയിട്ടാണ് വരുന്നത്. മിസ് മാത്രമല്ല നമ്മുടെ ഫിസിക്സ് വേഴ്സസ് കെമിസ്ട്രി ആയിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് വിൻ ചെയ്യാൻ വേണ്ടി വരാം. ആൻഡ് ഓൾസോ വിന്നേഴ്സിന് അടിപൊളി സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നാളെ അതായത് സൺഡേ കൃത്യം 7:30 ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് വരാം. മെൻറ്റി പ്ലസ് നിങ്ങളുടെ എല്ലാ ടെൻഷൻ ഫ്രീ ആക്കാനുള്ള ഒരു മരുന്നുമായിട്ടാണ് മിസ് വരുന്നത്. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം.